ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഈസി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിനായിട്ട് അരി കുതിർക്കണ്ട, അരയ്ക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിനായിട്ട് മിക്സിയുടെ ജാറിൽ 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുക, 1 കപ്പ് ചോറെടുക്കുക, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ വേണമെന്നുള്ളവർക്ക് ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മാവ് അരച്ചെടുക്കാൻ പറ്റും. ഇതിനൊരു 3 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുത്തെന്ന് വരും. ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്ത് ഇതിൻ്റെ മുകളിൽ അടച്ചു വെച്ചാലും മതി. ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ മാവ് നല്ലവണ്ണം സോഫ്റ്റായി പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമെങ്കിൽ ഒരു 2-3 സ്പൂൺ വെള്ളം കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് റെഡിയായി കിട്ടിയിരിക്കുന്നത്. ഇനി സ്റ്റൗ കത്തിച്ച് അപ്പച്ചട്ടി വെക്കുക. അതിലോട്ട് മാവ് ഒഴിച്ച് നല്ലവണ്ണം ചുറ്റിച്ചു കൊടുക്കുക. ആ ചുറ്റിക്കുമ്പോൾ തന്നെ നല്ല കുമ്പളയൊക്കെ വന്ന് നല്ല അപ്പം കാണുമ്പോൾ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നുള്ളത്. ഇത് കണ്ടോ, ക്രിസ്പി ആയിട്ടുള്ള അരികും സോഫ്റ്റ് ആയിട്ടുള്ള നടുഭാഗമൊക്കെ ആയിട്ട് നല്ലൊരപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി അപ്പവും കൂടെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.